വലിയ ആവശ്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ. ഇന്ന് വൈകിട്ട് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ വാഹന പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് തന്നെ കൂടെയുണ്ട്. സാർ, ഏതായാലും വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വീട് പോലെയാണിത്. ഞാൻ അവരുടെ കുടുംബത്തിലൊരു അംഗമാണ്, എല്ലാ കുടുംബത്തിലെയും. എനിക്ക് ഈ ആളുകളെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ബന്ധമുണ്ട്. എന്നോട് അവരുടെ മകനെ പോലെ, സഹോദരനെ പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും മത്സരിച്ചപ്പോഴും ഓരോ പ്രാവശ്യം മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ LDF തരംഗം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. 2006 ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ കേരളത്തിൽ VS തരംഗമാണ്. എറണാകുളം റൂറലിൽ 10 അസംബ്ലി സീറ്റുകളിൽ 9 UDF തോറ്റു. ഞാനിവിടെ ജയിച്ചപ്പോൾ എനിക്ക് 2001 കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായി. 2016 LDF തരംഗം ഉണ്ടായി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം 11,000-ൽ നിന്ന് 20,000 ആയി. മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യവും LDF അധികാരത്തിൽ വന്നു, അപ്പോഴും എൻ്റെ ഭൂരിപക്ഷം ഇവിടെ കൂടി. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു കൂട്ടി തരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും സ്നേഹം കൂടുതലാണ്. എല്ലാ പാർട്ടിയിലും പെട്ടവർ വോട്ട് ചെയ്യാറുണ്ട്. ആ തരംഗം ഇത്തവണ ഇല്ലാണ്ടാക്കും, ചരിത്ര വിജയം നേടുമെന്ന് പറഞ്ഞിട്ടാണ് ടൈസൺ മാസ്റ്റർ കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. തോൽക്കും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? ജയിക്കുമെന്ന് വിശ്വാസത്തിലും പ്രതീക്ഷയിലും എല്ലാവരും, അതിലൊന്നും തെറ്റില്ല. അവരങ്ങനെ പറയുന്നതിലൊന്നും ഒരു തെറ്റില്ല. അത് അവരുടെ വിശ്വാസമല്ലേ. അവരങ്ങനെ തോക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മത്സരിക്കുക? അങ്ങനെ അല്ലല്ലോ. ജയിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും LDFന്റെ പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നാണോ പറയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ അർത്ഥം എന്നെ പേടിയണമെന്നല്ലേ? ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെങ്കിൽ എന്നെ ആക്രമിക്കുക, പോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ, അല്ലേ? അപ്പം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടത്തുന്നത്. വ്യാപകമായ ദുഷ്പ്രചരണങ്ങളാണ് നടത്തുന്നത്. എൻ്റെ മുഖമൊക്കെ വികൃതമാക്കി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾ പേടിക്കുന്ന രീതി. ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും കുട്ടികൾ പേടിക്കുന്ന മുഖമൊന്നും എനിക്കില്ലല്ലോ. അപ്പം അത്രയും ഹീനമായ രീതിയിലുള്ള പ്രചരണ രീതികളാണ് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ഞാനത് ആസ്വദിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. കാരണം എൻ്റെ PR ഇപ്പോൾ ഇവരാണ് ചെയ്യുന്നത്. ഇവർ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഗുണപരമായി മാറുകയാണ്, അല്ലേ? ഈ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന്റെ വന്നതിന് പിന്നാലെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ. ഒരു വിവാദം ഉണ്ടായില്ല. പലരും പല പരാതികളും. ഒന്നാം ഘട്ട പട്ടിക വന്നിട്ട് എന്ത് വിവാദം ഉണ്ടായത്? ഒരു വിവാദം ഉണ്ടായില്ല. കെ സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശിനൊക്കെ സീറ്റില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, പരാതികളൊക്കെ. അവരുടെ സീറ്റുകളൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. ആ സീറ്റുകളിലൊന്നും ഒന്നാം ഘട്ട പട്ടിക വന്നിട്ട് എന്ത് പരാതി ഉണ്ടായത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച ഞങ്ങൾ 50 സീറ്റ് പ്രഖ്യാപിക്കാനിരുന്നതാണ്, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഗുജറാത്തിലായിപ്പോയി. അദ്ദേഹത്തിന് സുഖമില്ലാതായിപ്പോയി. അദ്ദേഹം വരാൻ വൈകി. അതുകൊണ്ട് ഒരു 24 മണിക്കൂർ വൈകി. ആദ്യ ലിസ്റ്റിൽ തന്നെ 55 പേരെ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ലിസ്റ്റ് ഇന്ന് വെളുപ്പിലാണ് പൂർത്തിയാക്കിയത്. അത് ഇന്ന് പ്രഖ്യാപിക്കും. 140 സീറ്റുകൾ UDFിൽ ഭംഗിയായിട്ട് ഒരു അവസരം പോലും ഇല്ലാതെ സീറ്റ് വിഭജനം നടത്തി. കോൺഗ്രസ് ഇത്ര വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ചരിത്രമില്ല കേരളത്തിൽ. ഈ സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ പെരുമ്പാവൂരൊക്കെ, പക്ഷെ അവിടെയും ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതായിക്കോട്ടെ തന്നെ. അതിന് 3 ദിവസമല്ലേ ആയുള്ളൂ. 3ാമത്തെ ദിവസമല്ലേ ഇന്ന് പ്രഖ്യാപിച്ചിട്ട്. അത് പ്രഖ്യാപിക്കും. അത് വരട്ടെ. അത് ഈ ചാനലുകളിലെ വാർത്തകളിൽ ആണ് എല്ലാം. ഓരോരുത്തരും ഓരോ വാർത്ത ഉണ്ടാക്കിയിട്ട് ഓരോ പ്രചരണം നടത്തുകയാണ്. അവിടെ ഡൽഹിയിൽ ഇത് ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നത്. അവിടെ ആസാമിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പോണ്ടിച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതെല്ലാം എല്ലാം ഒരേ കമ്മിറ്റിയാണ് ഇരിക്കുന്നത്. സ്ക്രീനിങ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കമ്മിറ്റിയാണ്. അവരത് പൂർത്തിയാക്കണ്ടേ നടപടിക്രമങ്ങൾ? അതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കൊച്ചി മണ്ഡലത്തിൽ ദീപ്തി അവരുടെ പേരിലൊക്കെ പോസ്റ്റർ അച്ചടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പോസ്റ്റർ അടിക്കാമോ? എൻ്റെ പോസ്റ്റർ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് അടിച്ചത്. ഏതായാലും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ഇപ്പോൾ പറവൂരിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.